ആവേശക്കുടും പിരികൊള്ളുന്ന കളിയുടെ രണ്ടാം ഇന്നിംഗ്സിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പക്ഷേ അടി പതറുകയാണ്. ഒന്നും പറയാത്ത തരത്തിൽ കാര്യങ്ങൾ മാറി മറിയുമ്പോൾ മോദി മണ്ഡലത്തിൽ പോലും ചുവട് പിഴച്ചോ എന്ന് ഇവിഎമ്മുകൾക്ക് പിന്നാലെ പാഞ്ഞ് അന്വേഷിക്കുക കൂടി ചെയ്യുന്ന സമയത്താണ് തെലങ്കാനയിലെ 8 സീറ്റിന്റെ മറ്റൊരു കഥ കൂടി പൊളിഞ്ഞു പുറത്തു വരുന്നത്. വോട്ട് ചോരിയിലൂടെ തെലങ്കാനയിൽ BJP 8 ലോക്സഭാ സീറ്റിൽ വിജയിച്ചെന്ന ആരോപണവുമായി രംഗത്തെത്തുന്നത് എപ്പോഴത്തെയും പോലെ കോൺഗ്രസ് തന്നെയാണ്. തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷ് കുമാർ ഗൌഡ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. നരേന്ദ്രമോദിക്ക് മൂന്നാമതും അധികാരത്തിൽ എത്താൻ കഴിഞ്ഞത് ഇത്തരത്തിൽ കൃത്രിമത്വം കാണിച്ചത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ കൂട്ടിച്ചേർക്കലുകളും പറച്ചിലുകളും. മോദിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളും തകർക്കപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി സംബന്ധിച്ച് ആരോപണം ഉയർത്തിയത്. വോട്ട് ചോരി ആരോപണം ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമങ്ങളിൽ നിന്ന് ഒപ്പുശേഖരണം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതേ കാര്യം തന്നെയാണ് ഇന്ന് KC വേണുഗോപാലും പറഞ്ഞത്. 5 കോടി ഒപ്പുകളാണ് ഇങ്ങനെ ശേഖരിക്കുക. രാജ്യത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഇവിടെ പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരുടെ പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആ കൊടുങ്കാറ്റുണ്ടായത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ടുകൊള്ള നടത്തിയെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് കൃത്യമായ മറുപടി പറയാതെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഒഴിഞ്ഞു മാറുകയാണ്. ഓരോ ദിവസവും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കമ്മീഷണർ പ്രതികരിച്ചത് ഭരണകക്ഷിയുടെ സ്വരത്തിലെന്നും വിമർശനവും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉപയോഗിക്കുകയാണ് എന്നാണ് ജ്ഞാനേഷ് കുമാർ പറഞ്ഞത്. കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നൊന്നില്ല, എല്ലാവരും തുല്യരാണ് എന്നും പ്രത്യയശാസ്ത്രമോ ബന്ധമോ പരിഗണിക്കാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിയമത്തിന് കീഴിൽ തുല്യമായി പരിഗണിക്കുമെന്നും ആവർത്തിച്ച കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് സംബന്ധിച്ച് ഉയർന്ന എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്നും ആരോപണങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശം ജനങ്ങൾ മനസ്സിലാക്കുമെന്നുമാണ് അവകാശപ്പെടുന്നത്. വോട്ടുകൊള്ള ഉന്നയിച്ച് ഇന്ത്യ മുന്നണി ബീഹാറിൽ വോട്ടവകാശ യാത്ര ആരംഭിച്ച ഞായറാഴ്ച തന്നെയാണ് വാർത്താ സമ്മേളനവുമായിട്ട് ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എത്തുന്നത്. ഇവിടെ മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കിടാത്തത് വോട്ടർമാരുടെ സ്വകാര്യത ലംഘിക്കരുത് എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശമുള്ളതിനാലാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു വെക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നിരവധി വോട്ടർമാരുടെ ഫോട്ടോകൾ അവരുടെ അനുവാദമില്ലാതെ മാധ്യമങ്ങളിൽ പുറത്തുവിട്ടത് നാം കണ്ടു. ഏതെങ്കിലും വോട്ടർമാരുടെ അമ്മമാർ, മരുമക്കൾ, പെൺമക്കൾ തുടങ്ങിയവരുടെ CCTV വീഡിയോകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കിടേണ്ടതുണ്ടോ? സുതാര്യത സംബന്ധിച്ച ചോദ്യത്തിന് ഇങ്ങനെയൊക്കെ മുട്ടാപ്പോക്ക് നയങ്ങൾ മറുപടിയായിട്ട് നൽകുമ്പോൾ എല്ലാ ഇന്നിംഗ്സിലും ഇനി അങ്ങോട്ട് കളി പിഴച്ചു പോകുമെന്നേ പറയാനുള്ളൂ.